ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു പെണ്ണിൻ്റെ ലുക്ക് നോക്കണോ അതോ ഒരു പെണ്ണിൻ്റെ ബിഹേവിയർ അതായത് സ്വഭാവം നോക്കണോ എന്നാണ് പറയാൻ പോകുന്നത്. ഈ വീഡിയോ കണ്ടു തീരുമ്പോൾ നിങ്ങൾക്കൊരു അഭിപ്രായം വരും, അതായത് ഒരു ഉത്തരം കിട്ടും. അത് സത്യസന്ധമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എത്ര പേരാണ് സ്ട്രോങ് ആയിട്ടുള്ള ആണുങ്ങളെന്ന് എനിക്കറിയണം. അപ്പം നിങ്ങൾ വളച്ചേട്ടാതെ സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്യണം. പുണ്യാളനാവാൻ നോക്കല്ലേ, പുണ്യാളനാവല്ലേ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത്, നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് സത്യസന്ധമായിട്ട് പറയണം. നൈസ് ഗേ ആയിട്ടുള്ള വീക്കായിട്ടുള്ള ആണുങ്ങളാണ് വളച്ച് കെട്ടി സത്യം മറച്ച് വെച്ച് കള്ളം പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത്, എൻ്റെ മനസ്സിൽ ഇതാണ് തോന്നുന്നത്, ഇതാണ് ഞാൻ, ഇങ്ങനെയാണ് ഞാൻ എന്ന് സത്യസന്ധമായിട്ട് പറയാൻ പറ്റുന്നവർ മാത്രം കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതൊരു കമൻറ്റിൻ്റെ റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതെല്ലാവർക്കും ഉപയോഗപ്പെടുമെന്ന് എനിക്ക് തോന്നി. എല്ലാ കമൻറ്റിനും ഈ ചാനലിൽ റിപ്ലൈ വരും. കുറച്ച് താമസിച്ചാലും എല്ലാ കമൻറ്റും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, എല്ലാത്തിനും റിപ്ലൈ വരും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഒരു പെണ്ണിനെ കണ്ടു, ഓക്കെ, ലുക്ക് കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല, ഓക്കെ, പെരുമാറ്റം കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അവളുടെ അട്രാക്റ്റീവായിട്ടുള്ള ബിഹേവിയർ വെച്ചാൽ, ഓക്കെ, അതല്ലാതെ അവളുടെ മനസ്സ് കണ്ടല്ല. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു പെണ്ണിപ്പം എന്നോട് ചോദിക്കുകയാണ് ഒരാണിനെ വളയ്ക്കാൻ എന്തൊക്കെ വേണം. ഞാൻ പറയും, അവൻ്റെ മുമ്പിൽ സബ്മിസീവായിട്ടിരിക്കുക, അവനെ ഒരു ലീഡറിനെ പോലെ ഫീൽ ചെയ്യിക്ക്, അവന് ഇഷ്ടം വരും. അവന് സബ്മിസീവായിട്ട് നിന്നെ തോന്നിയാൽ ഉറപ്പായിട്ടും അവന് നിന്നോട് സെക്ഷൽ അട്രാക്ഷൻ തോന്നിയിരിക്കും. ഓക്കെ, ഒരാണ് ചോദിച്ചാൽ ഞാൻ പറയും, എടാ നീ അവളുടെ മുമ്പിൽ മാൻലിയായിട്ട് പെരുമാറ്, ഡോമിനേറ്റ് ആയിട്ട് നിൽക്കുക, ലീഡറായിട്ട് നിൽക്കുക, മനസ്സിലായോ? അപ്പോഴെന്തെങ്കിലും അവൾ വളയും. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഒരു പെണ്ണിനെ സൗന്ദര്യം കണ്ട് ഇഷ്ടപ്പെടുന്നില്ല, സ്വഭാവം കണ്ട് ഇഷ്ടപ്പെടാൻ തീരുമാനിച്ചെങ്കിൽ നിങ്ങൾ മെച്യൂരിറ്റി ആയ നടത്തം, അതായത് നിങ്ങൾ മൊറാലിറ്റി ബേസിൽ മെച്യൂരിറ്റി ബേസിൽ ചിന്തിക്കാൻ തുടങ്ങിയ നടത്തമാണ്. അത് നിങ്ങൾക്ക് നല്ലൊരു കാര്യമാണ്, നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ടെന്നാണ് അർത്ഥം. നിങ്ങളത് അഭിമാനിക്കണം. പക്ഷേ നമുക്ക് എവല്യൂഷൻ പരമായിട്ട്, അതായത് പരിണാമപരമായിട്ട് ബെസ്റ്റ് മേറ്റിനെ തിരഞ്ഞെടുക്കണമെന്നാണ് നമ്മുടെ ഗോൾ. ഓക്കെ, അതായത് പരിണാമകാലം മുതൽ അതായത് കാട്ടിൽ ജീവിച്ച കാലം മുതലേ ആണായാലും പെണ്ണായാലും അവർക്ക് വേണ്ടുന്ന ബെസ്റ്റ് മേറ്റിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അതായത് ഒരു പെണ്ണാണെങ്കിൽ ആരോഗ്യമുള്ള സ്ട്രോങ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ തരുന്ന വേട്ടയാടാൻ കഴിവുള്ള ഒരു ആണിനെ തിരഞ്ഞെടുക്കും. ഒരാണാണെങ്കിൽ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള നല്ല ആരോഗ്യമുള്ളൊരു പെണ്ണിനായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. ഇത് അവരോലും അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ്. സെക്ഷൽ അട്രാക്ഷൻ നോക്കിയൊക്കെ തിരഞ്ഞെടുക്കും. പക്ഷേ ഇത് വേറെ ഒരുപാട് പോയിൻ്റ് ഓഫ് വ്യൂ ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളിപ്പം ഒരു പെണ്ണിനെ ലുക്കല്ല ഞാൻ നോക്കുന്നത്, അവളുടെ ക്യാരക്ടർ നോക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ടുള്ള ട്രാക്കിലാണെന്നാണ് അർത്ഥം. പക്ഷേ എന്നാലും നിങ്ങൾ അവളുടെ അട്രാക്റ്റീവായിട്ടുള്ള പെരുമാറ്റം കണ്ട് തിരഞ്ഞെടുക്കും. ഞാൻ പറഞ്ഞുതരാം. ഒരു പെണ്ണിനോട് സംസാരിക്കുവാണ്, ഒരു ലുക്കുള്ള പെണ്ണാണ്, ലുക്ക് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടം വന്നില്ല. ഓക്കെ, നിങ്ങൾ വിചാരിക്കും മനസ്സ് കണ്ട് ഇഷ്ടം വന്നെന്ന്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു നല്ല മനസ്സുള്ള പെണ്ണാണ്, സത്യസന്ധമായിട്ടുള്ള പെണ്ണാണ്, നിങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന പെണ്ണാണ്. പക്ഷേ നിങ്ങളെക്കാളും 7 അടി ഹൈറ്റ് ഉണ്ട്, നിങ്ങളെക്കാളും മസ്കുലർ ബോഡി ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ തോളിൻ്റെ വീതിയെക്കാളും അവളുടെ തോളിൻ്റെ വീതി കൂടുതലാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് അട്രാക്ഷൻ വരുമോ? അവളോട് ഇൻട്രസ്റ്റ് ഉണ്ട്, താല്പര്യമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇൻട്രസ്റ്റ് വേറെ, അട്രാക്ഷൻ വേറെ. താല്പര്യം വേറെ, അട്രാക്ഷൻ വേറെ. താല്പര്യം വേറെ, ആകർഷണം വേറെ. ഇത് രണ്ടാണ്. അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. ഇതുപോലുള്ള ചെറിയ വീഡിയോകൾ ഒരുപാട് വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് അവളോട് ഇഷ്ടം കാണും, പക്ഷേ അട്രാക്ഷൻ വരത്തില്ല, സെക്ഷലി അട്രാക്ഷൻ വരത്തില്ല. നിങ്ങൾക്ക് സെക്ഷൽ അട്രാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആണുങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു പെണ്ണിനെ കാണുമ്പം സബ്മിസീവായിട്ട് തോന്നിയാലേ നിങ്ങൾക്ക് താല്പര്യം തോന്നും. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളോടെ പറയാം. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിനെ നിങ്ങളൊന്ന് ആലോചിച്ചാലോ, ആ പെണ്ണ് ഇച്ചിരി കൂടെ ചെറുതായിരുന്നെങ്കിലോ, അതായത് നിങ്ങളെക്കാളും കുറച്ചുകൂടെ ചെറുതാണ്, കുഞ്ഞാണ്, അതായത് നിങ്ങൾക്ക് ഇങ്ങനെ വാരിയെടുക്കാം, നിങ്ങൾക്ക് കുറച്ചുകൂടെ താല്പര്യം തോന്നുന്നില്ലേ? സത്യമില്ലേ? അട്രാക്ഷൻ കൂടിയ പോലെ തോന്നില്ലേ? അതാണ് സത്യം. ഓക്കെ, അതായത് ഒരു പെണ്ണ് നമ്മുടെ മുമ്പിൽ എത്രത്തോളം സബ്മിസീവായിട്ട് നിൽക്കുന്നു, എത്രത്തോളം ഒരു പെണ്ണ് നമ്മുടെ മുമ്പിൽ സബ്മിസീവായിട്ട് നിൽക്കുന്നു, അത്രത്തോളം നമുക്ക് അട്രാക്ഷൻ വരും, സെക്ഷൽ അട്രാക്ഷൻ വരും. ഓക്കെ, ഇപ്പം നിങ്ങളുടെ മുന്നിൽ ബെസ്റ്റ് ഓഫ് ഒരു പെണ്ണിനെ കാണുമോ, നിങ്ങളെക്കാൾ ഒരുപാട് സബ്മിസീവാണ്, കാണുമ്പോൾ നാണം കുണിഞ്ഞ പോലെ നമുക്ക് അട്രാക്ഷൻ വരും. ഓക്കെ, അതുപോലെ അവൾ നല്ല സെക്ഷലി അട്രാക്റ്റീവാണ്, നമ്മളെക്കാളും കുഞ്ഞാണ്, നമുക്ക് ഇങ്ങനെ കോരി എടുക്കാം അവളെ. ഓക്കെ, ആ ഒരു ഇത് നിൽക്കുവാണ്. അവളുടെ മനസ്സ് എന്താ നമുക്ക് അറിഞ്ഞുകൂടാ. സത്യമില്ലേ? നമുക്ക് അട്രാക്ഷൻ വന്നല്ലോ, നമ്മളോട് പോലും ചോദിക്കാതാണ് അട്രാക്ഷൻ വരുന്നത്. ഇത് നിങ്ങളുടെ കുറ്റമല്ല, ഇത് എവല്യൂഷൻ പരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുവാണ്, അവൾ സത്യസന്ധയാണ്, എനിക്കിഷ്ടം വരും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ട്രൂ ലവ് ഉണ്ട്, അതായത് നമുക്ക് മനസ്സ് കണ്ട് നമുക്കിഷ്ടം വരും. പക്ഷേ ഇതുപോലെ കുറേ പ്രയോറിറ്റി ഉണ്ട്, നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതാണ് സത്യം. നിങ്ങൾ മനസ്സിലായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഞാൻ നോക്കുന്നത് സെക്ഷൽ അട്രാക്ഷൻ നോക്കുന്നുണ്ട്, ഞാൻ സബ്മിസീവായിട്ടുള്ള പെണ്ണിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. എനിക്കൊരു പെണ്ണിനോട് സത്യസന്ധമായിട്ട് ഇഷ്ടം ഉണ്ടെങ്കിൽ പോലും ഞാൻ പോലും അറിയാതെ ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ ഞാൻ നോക്കുന്നുണ്ട്. ഇതാണ് ആണുങ്ങളുടെ സ്വഭാവം. മനസ്സിലായോ? നിങ്ങൾ അട്രാക്റ്റീവായിട്ടുള്ള ബിഹേവിയർ കണ്ടാണ് അവളെ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ഒരു പെണ്ണിനോട് നിങ്ങൾ മിണ്ടുന്നു, ഓക്കെ, ഒരു പെണ്ണിനോട് നിങ്ങൾ മിണ്ടുന്നു,
അവളെ നിങ്ങൾക്ക് സൗന്ദര്യം കണ്ട് ഇഷ്ടം വന്നില്ല, അവളുടെ സ്വഭാവം കണ്ട് ഇഷ്ടം വന്നെന്ന് നിങ്ങൾ പറയുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കണം, ആ പെണ്ണ് നിങ്ങൾക്ക് അവളുടെ സ്വഭാവം കണ്ട് ഇഷ്ടം വന്നെന്നല്ലേ നിങ്ങൾ പറയുന്നത്. പക്ഷേ നിങ്ങളും അവളോടെ നല്ലതുപോലെ മിണ്ടിക്കൊണ്ടിരുന്ന ആ ഒരു പാസ്റ്റ് ടൈമിൽ അവൾ നിങ്ങളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, അതായത് നിങ്ങളുടെ ആണത്തത്തിനെ ചൊറിഞ്ഞുകൊണ്ട് സംസാരിക്കുക. നീയൊക്കെ ആണോടെ ഒരാണ്, എടാ അവനെ കണ്ടുപിടി, അബിയെ കണ്ടുപിടി, അവനാ പെർഫെക്റ്റ്, അവൻ്റെ താടിയുണ്ടോ കട്ടത്താടി, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഓ പിന്നെ ഇതാണോ ഇത്ര വലിയ കാര്യം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു മോട്ടിവേറ്റും ചെയ്യാതെ എൻകറേജ് ചെയ്യാതെ നിങ്ങളെ അങ്ങ് ആണത്തത്തിനൊരു വിലയും തരാതെ പെരുമാറുവാണെങ്കിൽ നിങ്ങൾക്ക് അവളെ സബ്മിസീവായിട്ട് ഫീൽ ചെയ്യത്തില്ല, നിങ്ങൾക്ക് അട്രാക്ഷൻ വരത്തില്ല. അപ്പം അവളുടെ അട്രാക്റ്റീവായിട്ടുള്ള ബിഹേവിയർ അങ്ങനെ ആയിരിക്കണം, അവൾ നിങ്ങളെ അവൾ നിങ്ങളെ മാലിയായിട്ട് ഫീൽ ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾക്ക് അവളെ സബ്മിസീവായിട്ട് തോന്നുന്നത്. ഞാൻ എക്സാമ്പിൾ പറയാം, എടാ നീ ആടെ ആണ്, നീ അന്ന് ആ ധൈര്യം കാണിച്ചില്ലേ, നിൻ്റെ ധൈര്യം സമ്മതിച്ച്, അല്ലെങ്കിൽ എടാ നിന്നെക്കൊണ്ട് ഇത് പറ്റും, നീ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ തരണം ചെയ്തിട്ടില്ല, നിന്നെക്കൊണ്ട് പറ്റും, നീ ചെയ്ത് നോക്ക്, നിന്നെക്കൊണ്ട് പറ്റും. എടാ ഒന്നുമല്ല, അബി എന്തിനാണ് നീ പേടിക്കുന്നത്, ഒന്നുമല്ല, നീയാ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞൊരു പെണ്ണ് നമ്മളെ ആണായിട്ട് ഫീൽ ചെയ്യിക്കുക, മാലിയായിട്ട് ഫീൽ ചെയ്യിക്കുക. അവളോട് നമുക്ക് താല്പര്യം വരും. കാരണം നമ്മൾ ആണായിട്ട് ഫീൽ ചെയ്യിക്കുവാണ് ഒരു പെണ്ണ്. ആരാ നമ്മളെ ഫീൽ ചെയ്യിച്ചത്? നമുക്ക് ആണായിട്ട് ഫീൽ ചെയ്യുമ്പോഴാണ് സന്തോഷം കിട്ടുന്നത്. ആരാ അത് ഫീൽ ചെയ്യിച്ചത്? ആ പെണ്ണാണ് ഫീൽ ചെയ്യിച്ചത്. അവളോട് താല്പര്യം വരും, മനസ്സിലായോ? അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരു പെണ്ണിനെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെന്നില്ല, ഓക്കെ, നിങ്ങൾ മെച്യൂരിറ്റിയാണ്, നിങ്ങളത് അഭിമാനിക്കണം. പക്ഷേ നിങ്ങൾ പറയുവാണ് ഒരു പെണ്ണിനോട് പെരുമാറിയപ്പോൾ എനിക്ക് അട്രാക്ഷൻ വന്നെങ്കിൽ അതിനർത്ഥം അവൾ പോലും അറിയാതെ സൈക്കോളജിക്കലി കറക്റ്റായിട്ട് നിങ്ങളോട് ബിഹേവ് ചെയ്ത്, അതായത് അവൾ പോലും അറിയാതെ അവൾ നിങ്ങളുടെ ആണത്തത്തിനെ ശല്യം ചെയ്തില്ല, ആണത്തത്തിനെ ചിലപ്പോൾ മോട്ടിവേറ്റ് ചെയ്താണ്, അല്ലെങ്കിൽ സംസാരിക്കുമ്പം നിങ്ങൾക്ക് മാലിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവൾ ചിലപ്പോൾ നാണം കുണിയായിരിക്കും. ഒരുപാട് പോയിൻ്റ് ഓഫ് വ്യൂ ഉണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് അവളുടെ സബ്മിസീവ് ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പം അതാണ് മെയിൻ കാരണം. അവൾ സത്യസന്ധയായിരിക്കും. ഞാൻ ഒരു കാര്യം പറയാം, 100 സത്യസന്ധരായിട്ടുള്ള പെണ്ണുങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ 100, നിങ്ങളിപ്പോൾ കോളേജിലായിരിക്കും, സ്കൂളിലായിരിക്കും, ഓഫീസിലായിരിക്കും, എവിടെ ആയിക്കോട്ടെ, 100 സത്യസന്ധരായിട്ടുള്ള പെണ്ണുങ്ങളെ ഞാൻ നിരത്തി നിർത്തുവാണ്. ഈ 100 പെണ്ണുങ്ങളോട് നിങ്ങൾക്ക് താല്പര്യം വരുമോ? ഇല്ല. അതിലുള്ള 50 പെണ്ണുങ്ങൾ സെക്ഷലി ഒരു അട്രാക്ഷനും ഇല്ലാത്ത പെണ്ണാന്ന് വിചാരിച്ചോ, സെക്ഷലി ഒരു അട്രാക്ഷനും ഇല്ല, അവളുമാരെ കണ്ട താല്പര്യം വരുമോ? ഇല്ല. അതുപോലെ ആ 100 പെണ്ണുങ്ങൾ നിങ്ങളെക്കാൾ 7 അടി ഹൈറ്റ് ഉണ്ട്, മനസ്സിലായി, നിങ്ങൾക്ക് താല്പര്യം വരുമോ? സത്യസന്ധരാണ്, 100 പെണ്ണുങ്ങൾ സത്യസന്ധരാണ്, താല്പര്യം വരുമോ? വരത്തില്ല. അതാണ് സത്യം, മനസ്സിലായി. അതുപോലെ ഈ 100 പെണ്ണുങ്ങളും നിങ്ങളെക്കാളും സബ്മിസീവാണ്, അതായത് നിങ്ങളെക്കാളും തോളിൻ്റെ വിരിവ് നോക്കിക്കഴിഞ്ഞാൽ തോളിൻ്റെ സൈസ് നിങ്ങളെക്കാളും ചെറുതാണ്, കുട്ടിയാണ്, നിങ്ങളെക്കാളും കുഞ്ഞാണ്, നിങ്ങൾക്ക് ഇങ്ങനെ കോരിയെടുക്കാം, അതുപോലെ കുഞ്ഞുങ്ങളെ പോലെ കളിപ്പിക്കാം. ചൈൽഡിഷ് ആയിട്ടുള്ള പെരുമാറ്റമാണ്. ചൈൽഡിഷ് പെരുമാറ്റമൊക്കെ ആണുങ്ങൾക്ക് ഇഷ്ടമാണ്. മെജോറിറ്റി ആണുങ്ങളല്ല, ഒരുവിധം. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് അട്രാക്റ്റീവായിട്ടുള്ള പെരുമാറ്റങ്ങളുണ്ടല്ലോ, മനസ്സിലായോ? നാണം കുണുങ്ങി സംസാരം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നിങ്ങൾക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന രീതി സംസാരം, അതിൽ പെരുമാറുന്ന 100 പെണ്ണുങ്ങളാണെങ്കിൽ ആ 100 പെണ്ണുങ്ങളോട് നിങ്ങൾക്ക് താല്പര്യം വരും, മനസ്സിലായോ? ആ 100 പെണ്ണുങ്ങളെ നിങ്ങൾക്ക് വേണമെന്ന് തോന്നും. അതിലേത് പെണ്ണാണോ നിങ്ങളോട് ഇങ്ങോട്ട് ഇനിഷ്യേറ്റ് ചെയ്ത് നല്ല താല്പര്യം കാണിക്കുന്നത്, ആ പെണ്ണിനെ നിങ്ങൾ തിരഞ്ഞെടുക്കും. ഓക്കെ, അതായത് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, 2 ഇരട്ട പെണ്ണുങ്ങൾ സുന്ദരികളാണ്, നിങ്ങൾക്ക് സബ്മിസീവായിട്ട് തോന്നും. ഓക്കെ, 2 പെണ്ണുങ്ങളോട് നിങ്ങൾക്ക് താല്പര്യമുണ്ട്. അതിൽ ഒരു പെണ്ണിനെ നിങ്ങൾ സെലക്ട് ചെയ്ത് വളയ്ക്കാൻ നോക്കുകയാണ്. പേരിപ്പം അശ്വതി ആരതി എന്ന് വെച്ചോ, അശ്വതി ആരതി. ഓക്കെ, അതിൽ അശ്വതിയെ നിങ്ങൾ വളയ്ക്കാൻ നോക്കുകയാണ്, വളയുന്നേ ഇല്ല. 2 പെണ്ണുങ്ങൾക്ക് ഒരേ ഹൈറ്റാണ്, ഒരേ വെയിറ്റാണ്. അവളെ വളയ്ക്കാൻ നോക്കുമ്പോൾ അവൾ വലുതായിട്ട് വളയുന്നേ ഇല്ല. നിങ്ങൾ 1 ആഴ്ച, 2 ആഴ്ച, 3 ആഴ്ച ട്രൈ ചെയ്ത് വളയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവളോട് നിങ്ങൾക്ക് ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ട്, ഈ ആരതിയോട് നിങ്ങൾക്ക് ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ആരതി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആരതി നിങ്ങളോട് നിങ്ങൾ ഐ കോൺടാക്റ്റ് വെക്കുന്നത്, നല്ല താല്പര്യം കാണിക്കുന്നത്, നിങ്ങൾ തമ്മിൽ മിണ്ടാനൊരു അവസരം കിട്ടിയെന്ന് വെച്ചോ, നല്ലതുപോലെ മിണ്ടുന്നത്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ടിപ്പൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ അവൾ നിങ്ങളോട് നല്ല ക്ലോസ് ആയിട്ട് മിണ്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ പെണ്ണിനെ തിരഞ്ഞെടുക്കും. ഓക്കെ, മനസ്സിലായോ? അതായത് നിങ്ങൾക്ക് സബ്മിസീവായിട്ട് 2 പെണ്ണുങ്ങളെ തോന്നി, ആ 2 പെണ്ണുങ്ങളോട് നിങ്ങൾക്ക് താല്പര്യം വരും. അതിലേത് പെണ്ണാണോ നിങ്ങളോട് കറക്റ്റായിട്ട് ബിഹേവ് ചെയ്യുന്നത് അതിനെയാണ് നിങ്ങൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പെരുമാറ്റം കണ്ട ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, അതായത് ഒരു പെണ്ണിൻ്റെ പെരുമാറ്റം കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അട്രാക്റ്റീവായിട്ടുള്ള പെരുമാറ്റം അവളുടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ ലുക്ക് കണ്ട ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ലുക്ക് കണ്ടാണ് ഇഷ്ടപ്പെട്ടത്, സംസാരിച്ചല്ല. നിങ്ങൾ ബസ്സിൽ വെച്ചൊരു പെണ്ണിനെ കാണുന്നു, ലുക്കുണ്ട്, അവൾ ഓമയാണോ ഇല്ലേ, അവൾ സംസാരിക്കുമോ ഇല്ലേ, ഇതൊന്നും അറിഞ്ഞുകൂടാ, അവളുടെ ക്യാരക്ടർ എങ്ങനെ, പാസ്റ്റ് എങ്ങനെ, ഒന്നും അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? അവൾ പ്ലേകളാണോ ഒന്നും അറിഞ്ഞുകൂടാ. നിങ്ങളോട് പോലും ചോദിക്കാതെ നിങ്ങൾക്ക് അട്രാക്ഷൻ വരും. അത് നിങ്ങളുടെ കുറ്റമല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അത് ഹോർമോൺ പരമായിട്ടുള്ള കാര്യങ്ങളാണ്, അത് ഉള്ളിൽ നിന്ന് വരും, അത് നിങ്ങളുടെ കുറ്റമല്ല, മനസ്സിലായോ? അതുപോലെ ഒരു പെണ്ണിൻ്റെ പെരുമാറ്റം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടം വന്നു. ഓക്കെ, നിങ്ങൾ മെച്യൂരിറ്റി ഉള്ളവരാണ്, അവൾ സത്യസന്ധ ആയതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടത്, അതേ നിങ്ങൾ അഭിമാനിച്ചോ, നിങ്ങൾ കറക്റ്റ് ട്രാക്കിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ പോലും അറിയാതെ ഉള്ളിൽ നടക്കുന്നത്, നിങ്ങൾ വേറൊരു കാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അവൾ സബ്മിസീവ് ആണോ അല്ലേ, അവൾ എന്നെക്കാൾ സബ്മിസീവ് ആണോ അല്ലേ. ഓക്കെ,
മനസ്സിലായോ? ഇതിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. വേറൊരു കാര്യമുണ്ട്, അവൾ എന്നെക്കാളും ഹൈ വാല്യൂ ആണോ ലോ വാല്യൂ ആണോ? ഓക്കെ, അതായത് ഒരു പിച്ചക്കാരി, അവൾക്കൊരു അട്രാക്ഷനും ഇല്ല. ഒരു പിച്ചക്കാരിയോട് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുമോ? ഇൻട്രസ്റ്റ് തോന്നത്തില്ല, അട്രാക്ഷനും തോന്നത്തില്ല. ഓക്കെ, അതായത് ഞാൻ ഇപ്പോൾ സിമ്പിളായിട്ട് നിങ്ങളെ കളിയാക്കാനൊന്നുമല്ല, ഞാനും ഇങ്ങനെ തന്നെ. ഒരു പിച്ചക്കാരിയോട് എനിക്കും താല്പര്യം വരത്തില്ല. പിച്ചക്കാരി എന്ന് പറഞ്ഞാൽ കളിയാക്കാൻ പറയുമല്ല, റോഡിൽ പിച്ച എടുക്കുന്ന പിച്ചക്കാരി, അതിനെ പിച്ചക്കാരി എന്നല്ല വിളിക്കുന്നത്, കളിയാക്കുമല്ല. നിങ്ങൾ സത്യം മനസ്സിലാക്കണം. നിങ്ങൾ വാല്യൂ എന്ന് പറയുന്ന ഒരു സംഭവം വെച്ചാണ് ബെസ്റ്റ് മേറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. ഇതാണ് അട്രാക്ഷൻ്റെ യഥാർത്ഥ സൈക്കോളജി. ഇത് മനസ്സിലാക്കിയേ പറ്റൂ. ഓക്കെ, നിങ്ങൾ റോഡ് സൈഡിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ പോവുകയാണ്, ഒരു പെണ്ണിനെ സെറ്റാക്കാൻ വേണ്ടി നല്ലതുപോലെ ഒരുങ്ങി ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കുകയാണ്. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരു പെണ്ണുങ്ങളും ഇല്ല, മനസ്സിലായോ? അവിടെ ഒരു പിച്ചക്കാരി എവിടെയെങ്കിലും ഇരിപ്പുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു പിച്ചക്കാരി ആ സൈഡിൽ എവിടെയെങ്കിലും ഇരിപ്പുണ്ടായിരിക്കും. അപ്പോഴും നിങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു പെണ്ണുങ്ങളും വരുന്നില്ലല്ലോ. സത്യത്തിൽ നിങ്ങളുടെ മുന്നിൽ ഇരിപ്പുണ്ടല്ലോ പെണ്ണ്, അതിനെ നിങ്ങൾ പെണ്ണായിട്ട് പോലും കാണുന്നില്ല. ഓക്കെ, മനസ്സിലായോ? അതിനെ നിങ്ങൾ പെണ്ണായിട്ട് പോലും കാണുന്നില്ല. ഇപ്പം മനസ്സിലായോ? നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ വാല്യൂ നോക്കി തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, ഞാനും അങ്ങനെ തന്നെ. ഒരു പെണ്ണിപ്പം എന്നെ വന്ന് പ്രപ്പോസ് ചെയ്യുക, ഞാൻ നോക്കും ഇവൾ ലോ വാല്യൂ ആണോ ഹൈ വാല്യൂ ആണോ. ഇവൾ സെക്ഷലി നല്ല അട്രാക്റ്റീവ് ആണെങ്കിൽ ഞാൻ പറയും ഇവൾ ഹൈ വാല്യൂ എന്നെൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നും, ഞാൻ പോലും അറിയാതെ സബ് കോൺഷ്യസ് ആയിട്ട് തോന്നും. ഓക്കെ, ഒരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്ത് ഞാൻ ചിന്തിക്കും ഇവളെന്നെക്കാൾ ഹൈ വാല്യൂ ആണോ ലോ വാല്യൂ ആണോ. അപ്പോൾ ഞാൻ നോക്കുവാണ്, എനിക്കിപ്പോൾ ഒരു സൗന്ദര്യമുണ്ട്, അതിനേക്കാളും താഴെയാണെങ്കിൽ ഞാൻ എടുക്കുമായിരിക്കും. പക്ഷേ എനിക്കൊരു കൺഫ്യൂഷൻ വരും. ഇവളെക്കാളും സുന്ദരിയായിട്ടുള്ള പെണ്ണുങ്ങളോട് എനിക്ക് മിണ്ടാനുള്ള കഴിവുണ്ടെങ്കിൽ ഞാനപ്പോൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് ഇവളെക്കാളും ബെറ്ററായിട്ടുള്ളൊരു പെണ്ണിനെ എനിക്ക് നോക്കിക്കൂടാ, ഇവളെക്കാളും ബെറ്ററായിട്ടുള്ള പെണ്ണിനെ എനിക്ക് കിട്ടുമല്ലോ. ഇപ്പോൾ ഒരു പിച്ചക്കാരിയെ നിങ്ങൾക്ക് കെട്ടിച്ചെന്നാൽ നിങ്ങൾ കെട്ടുമോ? കെട്ടത്തില്ല. നിങ്ങളെന്ത് ഉള്ളിൽ ചിന്തിക്കും, എന്തുകൊണ്ട് ഇവളെക്കാളും ബെറ്ററായിട്ടുള്ളൊരു പെണ്ണിനെ എനിക്ക് കിട്ടും, എൻ്റെ സൗന്ദര്യത്തിലുള്ളൊരു പെണ്ണിനെ എനിക്ക് കിട്ടുമായിരിക്കും, കുറച്ച് നാൾ വെയിറ്റ് ചെയ്യാം, ഉറപ്പായിട്ടും കിട്ടും, ഭാവിയിൽ എനിക്ക് കിട്ടിയാലോ. നിങ്ങൾ കെട്ടത്തില്ല, മനസ്സിലായോ? നിങ്ങൾ സത്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് ട്രൂ ലവ് വേണം, സത്യസന്ധമായിട്ടൊരു പെണ്ണിനെ വേണം, ജെനുവനായിട്ടൊരു പെണ്ണിനെ വേണം, സത്യസന്ധമായിട്ടുള്ള ഒരു പെണ്ണിനെ വേണമെന്നൊക്കെ ആഗ്രഹിക്കും. പക്ഷേ നിങ്ങൾ പോലും അറിയാതെ എവല്യൂഷനറി നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന, പരിണാമപരമായിട്ട് നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന സബ്മിസീവായിട്ടുള്ള പെരുമാറ്റമാണോ ഇല്ലേ, സബ്മിസീവായിട്ടുള്ള പെണ്ണാണോ അല്ലെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും ചെക്ക് ചെയ്യും. നിങ്ങൾ പോലും അറിയാതെ ചെക്ക് ചെയ്യും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ബെസ്റ്റ് മേറ്റാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യും. അതായത് നിങ്ങളെക്കാൾ ഹൈ വാല്യൂ ആണോ ലോ വാല്യൂ ആണോ. ബെസ്റ്റ് മേറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് തന്നെ തോന്നും ഇവളെക്കാളും ബെറ്ററായിട്ടുള്ളതിനെ എനിക്ക് കിട്ടുമോ കിട്ടില്ല എന്ന് നിങ്ങളുടെ ഉള്ളിൽ ഒരു തീരുമാനം എടുക്കും, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പോലും അറിയാതെ. അപ്പം നിങ്ങൾക്ക് തോന്നുവാണ് ഇവളെക്കാളും ബെറ്ററായിട്ടുള്ളതിനെ എനിക്ക് കിട്ടും എന്നുള്ള ഫീലാണ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇവളെ അവോയ്ഡ് ചെയ്യും. മനസ്സിലായി? എന്തിനാണ് ഞാൻ ഇവളെ സ്വീകരിക്കുന്നത്, എന്തിനാണ് ഇവളോട് ഞാൻ ചെന്ന് മിണ്ടുന്നത്, എന്തിനാണ് ഇവളുടെ ഇന്ന് നമ്പർ വാങ്ങേണ്ട കാര്യം എനിക്കില്ല, ഇവളോട് ചെന്ന് മിണ്ടേണ്ട കാര്യം എനിക്കില്ല, ഈ പിച്ചക്കാരിയോട് ഞാൻ എന്തിനാണ് പോയി മിണ്ടി നമ്പർ വാങ്ങുന്നത്, അല്ലെങ്കിൽ അവളെ മിണ്ടി എന്തിനാണ് ഞാൻ ഇമ്പ്രസ് ചെയ്യുന്നത്, ഇതിനേക്കാളും ബെറ്ററായിട്ടുള്ള പെണ്ണിനെ എനിക്ക് കിട്ടും, അതായത് ഇതിനേക്കാളും ബെസ്റ്റ് മേറ്റിനെ എനിക്ക് കിട്ടുമെന്നാണ് നിങ്ങളുടെ എവല്യൂഷൻ സബ് കോൺഷ്യസ് ആയിട്ട് നിങ്ങളുടെ പരിണാമപരമായിട്ടുള്ള ബയോളജിക്കൽ മൈൻഡ് നിങ്ങളോട് പറയുന്നത് ഇതിനേക്കാളും ബെസ്റ്റ് മേറ്റിനെ എനിക്ക് കിട്ടുമെന്നാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി ധൈര്യമുള്ളവർ, സത്യം മനസ്സിലായെന്ന് ഇതുള്ളവർ സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്യും. ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ ഒരു പിച്ചക്കാരിയാണെങ്കിൽ ഞാൻ ഒരിക്കലും പോയി അവളോട് ഇഷ്ടം പറയത്തില്ല. ഒരു പിച്ചക്കാരി സത്യസന്ധയാണെങ്കിൽ ഞാൻ പോയി പറയത്തില്ല ഇതാ ഞാൻ, എങ്ങനെയാണ് ഞാൻ, അതുപോലെ എന്താണ്, ഇങ്ങനെയാണ് നമ്മൾ, മനസ്സിലായോ? അപ്പോൾ ഒരു പിച്ചക്കാരി ഇങ്ങോട്ടൊന്ന് ഇഷ്ടം പറഞ്ഞാലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ തോന്നത്തില്ല. എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് സമ്മതിക്കത്തില്ല. അഥവാ ഞാൻ ഇല്ല മൊറാലിറ്റിയാണ് മൈരാണ് എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്താലും ആ റിലേഷനിൽ എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കത്തില്ല. മറ്റുള്ള എൻ്റെ കൂടെയുള്ള ആണുങ്ങൾ നല്ല പെണ്ണിനെ കല്യാണം കഴിക്കും, വേറെ ഞാൻ കാണുന്ന ആണുങ്ങൾ മൊത്തം ബെസ്റ്റ് മേറ്റിനെ കൊണ്ട് നടക്കുമ്പോൾ എനിക്ക് ഇൻസെക്യൂരിറ്റി വരും, എനിക്ക് ബുദ്ധിമുട്ട് വരും, ഞാൻ ഡിപ്രസ് ആവും. നിങ്ങൾ പറയും നിങ്ങൾ സ്വീകരിക്കുമെന്ന് പറയും, ഒരു പിച്ചക്കാരി നിങ്ങൾ സ്വീകരിക്കുമെന്ന് പറയും. പിച്ചക്കാരി സ്വീകരിച്ചാലും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കത്തില്ല റിലേഷനിൽ. ഓക്കെ, നിങ്ങൾക്ക് കിട്ടാത്ത സാധനത്തിലൂടെ എപ്പോഴും താല്പര്യം തോന്നിക്കൊണ്ടിരിക്കും. സൗന്ദര്യമുള്ള പെണ്ണില്ല, അല്ലെങ്കിൽ എനിക്കിതിനേക്കാളും ബെറ്റർ കിട്ടുമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇതാണ് സത്യം. ഞാൻ ഒരുപാട് റിലേഷൻഷിപ്പ് എടുത്ത് വെച്ച് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് സത്യം, മനസ്സിലായോ? ഇപ്പം ഞാൻ തന്നെ തുറന്നു പറയാം, ഒരു പെണ്ണിന് സെക്ഷലി അട്രാക്റ്റീവ് അല്ലെങ്കിൽ എനിക്ക് താല്പര്യം പോവുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുകയാണെന്ന് വിചാരിച്ചോ, ഞാനൊരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നു, അവളോട് ചെന്ന് മിണ്ടുമ്പോൾ അവൾ എനിക്കൊരു വിലയും തരാത്ത പോലെ, അല്ലെങ്കിൽ അവൾ തീരുമാനം എടുക്കുന്നല്ല, അവളാണ് എല്ലാത്തിലും തീരുമാനം എടുക്കുന്നത്, അവളാണ് എല്ലാത്തിലും അധികാരം കാണിക്കുന്നത്, എന്നെ ഓവറായിട്ട് അധികാരം കാണിക്കുന്നു, ഒരു മാനേജർ അധികാരം കാണിക്കുന്ന പോലെ എല്ലാത്തിലും അധികാരം കാണിക്കുന്നു. അങ്ങനെയൊക്കെ നിന്ന് എൻ്റെ മാൻലി ആയിട്ടുള്ള ഡോമിനേറ്റ് ആയിട്ടുള്ള ബിഹേവിയർ എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ലീഡറിനെ പോലെ ഫീൽ ചെയ്യത്തില്ല, എനിക്ക് സന്തോഷം കിട്ടത്തില്ല. ഒരു മാസ്കുലിൻ ആണിന് സബ്മിസീവിനോട് അട്രാക്ഷൻ തോന്നുക. ഓക്കെ, നമ്മളൊക്കെ മാസ്കുലിൻ ആണുങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മാസ്കുലിനാണ്, അപ്പോൾ നമുക്ക് ഫെമിനിയൻ പെണ്ണിനോടാണ് താല്പര്യം വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പെണ്ണ് ഫെമിനിയനായിട്ട് നമ്മുടെ മുന്നേ പെരുമാറണം. ഓക്കെ, ഫെമിനിയൻ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് റെസ്പെക്റ്റ് ചെയ്യണം, കാല് പിടിക്കണം, അതൊന്നുമല്ല.
ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഡോമിനൻ്റ് ആവാനുള്ള അവസരം അവൾ തരണം, അതിന് അനുവദിക്കണം. നമ്മൾ ഡോമിനൻ്റ് ആവാൻ അവൾ സമ്മതിക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്താണ് ലീഡറായിട്ട് ഫീൽ ചെയ്യത്തില്ല. ഓക്കെ, മനസ്സിലായോ? അവൾ സബ്മിസീവായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കണം, അപ്പോഴാണ് അട്രാക്ഷൻ വരുന്നത്. നമ്മൾ ഡോമിനേറ്റായിട്ട് നിന്നാലേ അവൾക്ക് സബ്മിസീവായിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ, അത് വേറെ കാര്യം. ഓക്കെ, ഒരു ഫെമിനിൻ പെണ്ണ് ഒരു മാസ്കുലിനാണ്, നമ്മളിപ്പം അവളെ ഡോമിനേറ്റ് ചെയ്ത് സംസാരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് എന്ത് ഫീലായിരിക്കും? അവൾക്ക് അവളെ തന്നെ സബ്മിസീവായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അവൾ ആരാ സബ്മിസീവായിട്ട് ഫീൽ ചെയ്തത്? നമ്മളാണ്. അപ്പം നമ്മളോട് അട്രാക്ഷൻ വരും. അതുപോലെ അവൾ നമ്മുടെ മുമ്പിൽ സബ്മിസീവായിട്ട് പെരുമാറുകയാണ്. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ മാൻലി ആയിട്ട് ഡോമിനേറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പം നമ്മളെ ആരെ ഡോമിനേറ്റ് ആയിട്ട് ഫീൽ ചെയ്തേ? നമ്മളെ ആരെ ആണായിട്ട് ഫീൽ ചെയ്തേ? അവളാണ് നമ്മളെ ആണായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പം അവളോട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അട്രാക്ഷൻ കൂടിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? ഇപ്പോൾ നിങ്ങൾക്ക് ആ മ്യൂച്വൽ ഇത് മനസ്സിലായല്ലോ. ഇതാണ് ഞാൻ പറയുന്നത്, ഒരുമിച്ച് ഡെവലപ്പ് ചെയ്യണം. എല്ലായിടത്തും ഇതൊരു ബാലൻസാണ്. ഇറ്റ്സ് എ ബാലൻസ്. മനസ്സിലായോ? അതായത് നിങ്ങൾ ആണായിട്ട് ഫീൽ ചെയ്യുന്നത് ഏത് പെണ്ണിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണോ അവളോട് നിങ്ങൾക്ക് താല്പര്യം തോന്നും, അട്രാക്ഷൻ തോന്നും. കാരണം അവളാണ് നിങ്ങളെ ആണായിട്ട് ഫീൽ ചെയ്യുന്നത്. അവളുടെ കൂടെ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഡോമിനൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആരാണത് അനുവദിച്ചു തന്നത്? ആരാണ് നിങ്ങൾ ആണായിട്ട് ഫീൽ ചെയ്യാൻ കാരണക്കാരി? അവളാണ്. അപ്പോൾ അവളോട് താല്പര്യം വരും. അതുപോലെ നിങ്ങളൊരു പെണ്ണിൻ്റെ മുമ്പിൽ ചെന്ന് ഡോമിനേറ്റ് ആയിട്ട് പെരുമാറുമ്പോൾ അവൾക്ക് അവളെ തന്നെ പെണ്ണായിട്ട് ഫീൽ ചെയ്യും. പെണ്ണായിട്ട് ഫീൽ ചെയ്യാരാണ് നിങ്ങളാണ്. അപ്പോൾ നിങ്ങളാണ് മാസ്കുലിൻ ആണ്. അപ്പോൾ ആ മാസ്കുലിൻ എനർജിയോട് അവൾക്കും അട്രാക്ഷൻ തോന്നും. ഇങ്ങനെയാണ് അട്രാക്ഷൻ വർക്കാവുന്നത്. അല്ലാതെ ടിപ്പും കോപ്പും ഇതൊന്നും ഫോളോ ചെയ്തിട്ട് ഒരു കാര്യമില്ല. യൂട്യൂബിൽ മൊത്തം ടിപ്പ് എല്ലാം. ഈ സൊസൈറ്റി നിങ്ങളെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ് ടിപ്പ്. മനസ്സിലായോ? ടിപ്പുണ്ടെങ്കിൽ എല്ലാം നേരെയാവും. ടിപ്പ് കിട്ടിയാൽ എല്ലാം നേരെയാവും. ഈ ടിപ്പ് എന്തിനാണ് യൂട്യൂബിൽ പറയുന്നത് നിങ്ങൾക്കറിയാമോ? ഈ ടിപ്പ് പറഞ്ഞാലേ വീണ്ടും നിങ്ങൾ അവന്മാരെ ആശ്രയിക്കാൻ ചെല്ലത്തുള്ളൂ. അവന്മാരൊരു ഫോർമുല നിങ്ങളെ ഒരിക്കലും പഠിപ്പിക്കത്തില്ല. ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്, ഒരിക്കലും ഒരു ഫോർമുല ഒരു യൂട്യൂബർ നിങ്ങളെ പഠിപ്പിച്ച് തരത്തില്ല. പഠിപ്പിച്ച് തന്നാൽ നിങ്ങൾ സ്വതന്ത്രരായില്ലേ? നിങ്ങൾക്ക് പിന്നെ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഒരു തെണ്ടി നിങ്ങളെ പഠിപ്പിച്ച് തരത്തില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് ടിപ്പ് മാത്രം പറഞ്ഞു തരും. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ പറയും, അവിടെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് മാത്രം പറയും. മനസ്സിലായി? അതെന്തിനാണ് ചെയ്യുന്നത്, എന്താണ് കാര്യം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ എന്തൊക്കെയാണ്, ഇങ്ങനെ ചെയ്താൽ എന്തൊക്കെയാണ്, ഒന്നും പറഞ്ഞു തരത്തില്ല. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്യും? ഒരു ഫോർമുല നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കുറച്ച് ചാനലേ കാണത്തുള്ളൂ. സത്യം പറയുകയാണ്, വിരളി എണ്ണാവുന്ന ചാനലുകളെ നിങ്ങൾക്ക് ഫോർമുല പറഞ്ഞു തരത്തുള്ളൂ. കാരണം നിങ്ങൾ ഫോർമുല പഠിച്ച് പോയാൽ പിന്നെ നിങ്ങൾ തിരിച്ചു വരത്തില്ലല്ലോ. ഇപ്പോൾ ഞാൻ എൻ്റെ ഈ ചാനലിൽ, ഞങ്ങളുടെ ചാനലിൽ ഞാനും അർജുനോട് ഇടുന്ന ടോപ്പിക്കുകൾ, ഞങ്ങൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞാൽ ആ ടോപ്പിക്കിൽ നിങ്ങൾ ഒരു 80% നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളാക്കിയിട്ടാണ് ആ വീഡിയോ നിർത്തുന്നത്. അതായത് ആ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ ഞങ്ങളെ അധികം ആശ്രയിക്കേണ്ട എന്നുള്ളൊരു നിലയിലോട്ട് നിങ്ങളെ സ്വന്തം കാര്യം നിർത്തുവാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്നാലും ഡൗട്ട് കാണും, നമ്മൾ മനുഷ്യരല്ലേ, ഫുള്ളായിട്ട് ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റത്തില്ല. അത് വലിയ പാടുള്ള കാര്യമാണ്. അതായത് മെജോറിറ്റി സംഭവങ്ങളുണ്ട്, മൈനോറിറ്റി സിറ്റുവേഷനുണ്ട്. അതെല്ലാം കീറി മുറിച്ച് പഠിപ്പിക്കാൻ അതാരെ കൊണ്ടും പറ്റത്തില്ല. നിങ്ങൾ അറിയേണ്ടത്, നിങ്ങൾ നോക്കിയാൽ മതി, ഈ യൂട്യൂബിലുള്ള ഈ ഇടുന്ന വീഡിയോകൾ, ഞാനിടുന്ന ഈ വീഡിയോയിൽ ഏതെങ്കിലും ഒരുപാട് കമൻറ്റുകൾ, ഒരുപാട് ഡൗട്ടോ ഒന്നും കാണത്തില്ല. വളരെ കുറച്ച് ഡൗട്ടേ കാണത്തുള്ളൂ. ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഡൗട്ട് വളരെ കുറവായിരിക്കും. മനസ്സിലായോ? നിങ്ങളെ ഫോർമുല പഠിപ്പിക്കലാണ് എൻ്റെ ഉദ്ദേശം. അത് ചിലപ്പം വേറെ യൂട്യൂബിൽ നിന്ന് കിട്ടിയതായിരിക്കും, വേറെ ഇംഗ്ലീഷ് ഡേറ്റിംഗ് ചാനലിൽ നിന്ന് ഞാൻ ഒരുപാടെണ്ണം പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ ഒരുപാട് ഇൻ്റർനെറ്റിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളെ ഒന്ന് നേരെ നിർത്തണം. ഒരു 10 പേരെങ്കിലും കമ്മിറ്റഡ് ആവണമെന്ന് വെച്ചാണ് ഞാൻ പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അത് നിങ്ങൾക്ക് പുതിയൊരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ മോട്ടിക്കും കോപ്പി അടിക്കും, അതിലൊന്നും ഞാൻ കെയർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായെങ്കിൽ നിങ്ങൾ സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്യും. നിങ്ങൾക്കിപ്പം ധൈര്യത്തോടെ കമൻറ്റ് ചെയ്യാൻ പറ്റും. എങ്കിൽ കമൻറ്റ് ചെയ്യും. ഞാനൊരാണാണ്, ഞാനൊരു മാസ്കുലിനാണ്, എനിക്കൊരു ഫെമിനിയനോടാണ് താല്പര്യം വരുന്നത്. ഞാൻ ആ ഒരു പെണ്ണിനെ സത്യസന്ധമായിട്ട് ഇഷ്ടപ്പെടുമെങ്കിലും അവളുടെ ഫെമിനിയൻ ക്യാരക്ടർ ഉണ്ടെങ്കിൽ അവളെ ഞാൻ ഇഷ്ടപ്പെടും. ഞാൻ വേറൊരു പ്രയോറിറ്റി ഞാൻ പോലും അറിയാൻ നോക്കുന്നുണ്ട്. ഓക്കെ, ഒരു പെണ്ണ് എൻ്റെ മുമ്പിൽ ഫെമിനിയനായിട്ട് നിന്നാലേ എനിക്ക് താല്പര്യം വരൂ. മനസ്സിലായോ? ഒരു പെണ്ണ് എൻ്റെ മുമ്പിൽ സബ്മിസീവായിട്ട് നിന്നാലേ എനിക്ക് അട്രാക്ഷൻ വരും. എനിക്കിഷ്ടം വരും, പക്ഷേ അട്രാക്ഷൻ വരത്തില്ല. ഇതാണ് സത്യം. മനസ്സിലായോ? സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവർ കമൻറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ലൈക്കോ ഡിസ്ലൈക്കോ കമൻറ്റോ എന്തെങ്കിലും ചെയ്ത് റിയാക്ട് ചെയ്താലേ നമ്മുടെ ചാനൽ റീച്ചിലോട്ട് പോകത്തുള്ളൂ. വീണ്ടും പറയുന്നില്ല. അപ്പം ഓക്കെ.